സാഹിത്യ ലോകത്ത് തനി ഗ്രൂപ്പിസമാണ് ഇവിടെ. സിനിമയിൽ അതിനേക്കാൾ മോശമാണ്. അമ്മ അമ്മ എന്ന് പറഞ്ഞ അമ്മ ഒരു വഴക്കാണ്. എന്ത് കാര്യം ഇവർ ഈ കേരളീയ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുക. ഈ അമ്മയെന്ന് പറയുന്ന ഈ സംഘടന ഈ കേരളീയ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നില്ല. സാധാരണക്കാർക്കൊന്നും അറിയത്തില്ല. അവിടെ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ അമ്മ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നാട്ടുകാർക്ക് യാതൊരു താല്പര്യമില്ല. അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സ്വന്തം കാര്യം എന്നൊരു ആവശ്യമില്ല. ഈ നാട്ടിലെ സാംസ്കാരിക മേഖലയിലെ ഉയർന്ന വ്യക്തിത്വങ്ങളായി നിൽക്കേണ്ട ഈ സിനിമാ താരങ്ങൾ ജനങ്ങൾ അവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അവരുടെ സംഘടന ഉണ്ടാക്കി. സംഘടനകൾക്ക് തന്നെ അവമാനമല്ലേ ഇത്? സംഘടനയ്ക്ക് തന്നെ അവമാനമല്ലേ ആണ്. അതുകൊണ്ട് മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയൊക്കെ ഇടപെട്ടത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ പിരിച്ചുവിടണം. ഇത് ആവശ്യമില്ല, പിരിച്ചുവിടണം. കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനും മാത്രമായിട്ട് ഒരു രജിസ്റ്റേർഡ് സംഘടന, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നു. നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധാർമികതകളുടെയും, കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ, നമ്മൾ അമ്മയെ കുറിച്ച് പറയുമ്പോൾ, അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജന്മം നൽകിയ ആ അമ്മയല്ല കേട്ടോ ഇത് AMMA. അമ്മ എന്നൊന്നും വിളിക്കാൻ പറ്റൂല. കാരണം തെണ്ടിത്തരും തൊട്ടിത്തരും കള്ളുകൂടിയും പെണ്ണുകൂടിയും നടത്തുന്നവനെ അമ്മ എന്ന് വിളിക്കുക. അത്തരത്തില് തൊട്ടിത്തരം കാണിക്കാനായിട്ട് ഒരു രജിസ്റ്റേർഡ് സംഘടന, അത്രയേ ഉള്ളൂ. എല്ലാം അധാർമികത മാത്രമാണ്. ഒരു ധാർമ്മികതയും ഇല്ല, ഒരു മൊറാലിറ്റിയും ഇല്ല. മനസ്സിലായില്ലേ? ഇവരുടെ സിനിമകൾക്ക് യാതൊരു, സിനിമ എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു ലോജിക്കും ഇല്ല. ചിലതൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്, ചിലതൊക്കെ ഉണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷവും ഒരു ലോജിക്കും ഇല്ല. ഇതില് ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പോ എന്താ പറയേണ്ടത്, മാർക്കറ്റിൽ നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഫേക്ക് അവകാശവാദങ്ങളുമായിട്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മധ്യത്തില് ജനങ്ങളുടെ മാർക്കറ്റിൽ എത്തുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോ ഞാൻ പറയാം, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് എത്തുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ. അപ്പോ ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിച്ച് ഈ പ്രൊമോഷനുകൾ ചെയ്ത് പരസ്യങ്ങൾ ചെയ്ത് അതിലൂടെ ജനങ്ങളെ കബളിപ്പിച്ച് പറ്റിച്ച് പൊട്ടന്മാരാക്കി വിഡ്ഢികളാക്കി ഒന്നിനും കൊള്ളാത്തത് എന്ന് മാത്രമല്ല, ഇവർ ഈ പറയുന്ന ഉപകാരങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് താനും, അല്ലെ? അപ്പൊ അങ്ങനെ മാർക്കറ്റിലെത്തുന്ന ഒരു ഉപകാരമില്ലാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, അതുപോലെ മാർക്കറ്റിലെത്തുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു നയാ പൈസയുടെ ഉപകാരം ഇവറ്റകളെ കൊണ്ട് നാടിനില്ല. പൈസന്റെ കാര്യം പോട്ടെ, സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരമില്ല. 90% ഇതിലെ ആളുകളും 90%, 10% ഉണ്ട് എന്ന് പോലും പറയാൻ പറ്റൂല കേട്ടോ. വിരലിൽ എണ്ണാവുന്ന ചില ആളുകളല്ലാത്ത ബാക്കി 90% ആളുകളും ഭൂലോക ഫ്രോഡുകളാ. ഭൂലോക ഫ്രോഡ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കള്ളുകുടിയും ഈ പെണ്ണുകുടിയും ഇതാണ് പരിപാടി. പൈസ ഉണ്ടാക്കാൻ ഏതറ്റം വരെ പോകാനും ചെയ്യാം. പൈസ ഉണ്ടാക്കാൻ ഏതറ്റം വരെ പോകും. ഇനി ഇവര് ചിലപ്പോ സിനിമയിൽ പറയുന്നതൊന്നും ചില ഭയങ്കര ഉപദേശങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഭയങ്കര മാതൃകകൾ. അത് സിനിമയില് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ ഈ ഉപദേശങ്ങളും മാതൃകകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ, ഒരെണ്ണത്തിനെ കാണാൻ കഴിയില്ല. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം നോക്കൂ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വർത്താനം ഇവറ്റകളുടെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റില്ല. എന്താ പേരെന്താ? കലാകാരന്മാര്, അല്ലെ? സാമൂഹിക പ്രവർത്തകര്, കലാകാരന്മാര്, ഇങ്ങനെയൊക്കെയാണല്ലോ ഇവരെ വിളിക്കുന്നത്. ഇവരെ ഒന്നടങ്കം അങ്ങനെയല്ലോ വിളിക്കുക, കലാകാരന്മാര്. എന്നാ വായിൽ നിന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയത്തിൽ ഇവരോടൊരു ചോദ്യം ചോദിച്ചു നോക്ക്, മറുപടി പറയില്ല, ഒഴിഞ്ഞു മാറും. ഇനി ചോദിക്കാതെ പറയോ? അതും പറയില്ല, അപ്പോഴും ഒഴിഞ്ഞു മാറും. അതാ പറഞ്ഞ, സമൂഹത്തിന് ഒരു ഉപകാരമില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന് ദോഷകരമായ ഒരു സംഭവം. ജസ്റ്റ് ലൈക്ക് എന്താ പറയേണ്ടത്,
നമ്മളെ ചെറിയ ഈ മയക്കുമരുന്ന് പോലെ, ലഹരി പോലെ, ഡ്രഗ്സ് പോലെ ഉള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമാണിത് അല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കൂ, മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന, ലഹരി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ അത് സമൂഹത്തിന്, ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് വലിയ രീതിയിലുള്ള അപകടമാണ്, വലിയ വിപത്താണ്. അതുപോലെ തന്നെ ഒരു വലിയ വിപത്തായ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പലർക്കും പണം ഉണ്ടാക്കാൻ, പലർക്കും കള്ളു കുടിക്കാൻ, പലർക്കും പെണ്ണ് പിടിക്കാൻ മാത്രമുള്ള ഒരു മാധ്യമം, ഒരു വഴി. അതാണ് ഞാൻ പറഞ്ഞത്. കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടന. ആ പേര് അങ്ങനെ കൂട്ടി വായിക്കാൻ പോലും പാടില്ല. കാരണം എന്തറിയോ, ആ പേര്, ആ വാക്കിന് തന്നെ അപമാനമാണ് ഇവരുടെ ആ പേര് എന്ന് പറയുന്നത് പോലും അല്ലേ. അമ്മ എന്നൊക്കെ പറഞ്ഞാല് അതൊരു വല്ലാത്ത വാക്കാ. അതൊരു വല്ലാത്ത വാക്കെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ലോകം വേറെയാ. ആ ഇതിനൊപ്പം ചേർത്ത് വെക്കാൻ ഇവറ്റകളെ കൊള്ളുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരിൽ ഭയങ്കര സൂപ്പർ സ്റ്റാറുകള് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള സാധാരണക്കാരനൊപ്പം നിന്നുകൊണ്ട് ഒരു വാ തുറക്കാൻ ഇവറ്റുകളുണ്ടോ? നെവർ എവർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവരൊക്കെ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നില്ലേന്ന്. എടോ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട. ഇവരുടെയൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങള് ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങില് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഘട്ടത്തില് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. എന്ന് പറഞ്ഞാല് ഇവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുന്ന തുക ഇവർ ടാക്സ് കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്ന തുകയാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇവരിത് എന്തായാലും കൊടുക്കണം. ഇവരിത് ചെയ്തില്ലെങ്കിൽ ആ എമൗണ്ട് ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കണം. അപ്പൊ ഗവൺമെന്റിന് കൊടുത്താൽ വലിയ കാര്യം ഇവർ കാണുന്നില്ല. കാര്യം കാണുന്നില്ല എന്ന് പറഞ്ഞാലേ ഇവരെ ഈ ഫെയിം ഉണ്ടല്ലോ, അത് കാണുന്നില്ല. അത് ഇത്തരത്തില് ചാരിറ്റി പ്രവർത്തനങ്ങളാക്കി മാറ്റി അതിനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചാല് അവനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള ഒരു ഫെയിം കിട്ടും, പ്രശസ്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ആയുധമായിട്ടാണ് ഇവർ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ കാണുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് കാര്യമാണ് ഇവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഇവര് ഈ പറയുന്ന ആളുകൾ, ഇത് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഇൻകം ടാക്സ് റിട്ടേണുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഇവർ ഈ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇവർ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാല് ഇവര് ടാക്സ് ഒന്ന് വേറെ കൊടുക്കുന്നു, അതിന് പുറമെ ചാരിറ്റി ചെയ്യുന്നു, അങ്ങനെയല്ല. ടാക്സ് കൊടുക്കുന്നതിൽ നിന്ന് മൈനസ് ആകുന്ന ഒരു എമൗണ്ട് ആണ് ഇവർ ചാരിറ്റി ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഉറുപ്പിയുടെ അത് വിട്, പൈസന്റെ കാര്യം വിട്, പൈസ വേണ്ട. ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടല്ലോ, അതില്ലാത്ത ഒരു വർഗം, അതില്ലാതെ മാത്രമല്ല ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും വലിയ ആപത്തായിട്ടുള്ള ഒരു വർഗം. ഇവർക്കെല്ലാവർക്കും ഭയങ്കര ഫെയിം, ഇവർക്കെല്ലാവർക്കും ഈ തോന്നിവാസിയെ പോലെയുള്ള ജീവിതം, അതിനു വേണ്ടിയിട്ട് ഒരു പരിപാടി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി, അതാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തുണ്ടായ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ടായ ഒരുപാടധികം കാര്യങ്ങളുണ്ട്, പൊതുവിഷയങ്ങൾ, സാധാരണക്കാരനെ വളരെയധികം ബാധിച്ച ഒരുപാട് വിഷയങ്ങൾ. ഇതിലെന്തിലെങ്കിലും ഇവറ്റകൾ ആരെങ്കിലും തൊള്ള തുറന്ന് പറയുമോ? പറഞ്ഞിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ, പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അമ്മാതിരി പേടിയാ. ഒരൊറ്റ എണ്ണത്തിന് നട്ടല് എന്ന് പറയുന്ന സാധനമില്ല. ഇവരുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിന്റെ സേഫ്റ്റി, ഇവരുടെ സ്വത്തിന്റെ സേഫ്റ്റി, അതിനുവേണ്ടി തരാതരം ആരോടൊപ്പം വേണമെങ്കിലും ചേർന്ന് നിൽക്കാൻ ഇവര് റെഡിയാ. ഒരു നിലപാട് എന്ന് പറയുന്ന സംഭവമില്ല. ഇവരെ സേഫ്റ്റി വിട്ടിട്ടുള്ള ഒരു കളി വെറ്റുകൾക്കില്ല. ഒരു വസ്തുവിന് കൊള്ളില്ല. അണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ആ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയൊക്കെ
ഐഡിയ എന്ന് പറയുന്നത് സാധാരണക്കാരന് ഇത്തരം ഐഡിയകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ ലഭിക്കുന്നത് നമ്മുടെ നാട്ടിലെ സിനിമകളിൽ നിന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ സിനിമകൾ ഇല്ലെങ്കിൽ എന്താ ഈ ലോകം മുന്നോട്ട് പോകില്ലേ? ഇതിനേക്കാളും ഉഷാറായി പോകും. ഈ സിനിമ ഇല്ലെങ്കിൽ ഇതിനേക്കാളും ഉഷാറായിട്ട് പോകും നാട്. ഇവരുടെ കൂട്ടത്തിൽ നോക്കൂ നിങ്ങൾ. ഇനി കൂട്ടത്തിലുള്ളവരുടെ കാര്യം, കൂട്ടത്തില് തമ്മില് ഒന്നിന് മറ്റൊന്നിനെ കണ്ടുകൂടാ. ഏതെങ്കിലും ഒന്ന് മേലോട്ട് പോകുന്നുണ്ട്, അപ്പൊ അവനെ പിടിച്ച് താഴോട്ട് വലിച്ചിടാനുള്ള പരിപാടി നോക്കുക. കൂട്ടത്തിൽ പോലും ഒരു ഈ പറയുന്ന ഈ സോക്കോൾഡ് സംഘടന ഉണ്ടല്ലോ, അതിനുള്ളിൽ പോലും ഒന്നുമില്ല. എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുക, തന്റെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് അജണ്ടകൾ ഫിക്സ് ചെയ്തിട്ട് പലർക്കും ഇതൊരു മാധ്യമം മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞ കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനുമുള്ള ഒരു വഴി, അതിനുള്ള ഒരു സേഫ് വേ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സേഫ് വേ. അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു ഉപകാരമില്ല, ഒന്നിനും കൊള്ളൂല, ഒരു വസ്തുവിനും കൊള്ളൂല. തീട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂലോക തീട്ടങ്ങൾ, അതാണ് ഈ വെറ്റുകൾ എന്ന് പറയുന്നത്. സുധാകരൻ പറഞ്ഞ കറക്റ്റാണ് ആ ചങ്ങാതി പറഞ്ഞത്. സാധാരണ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഈ വെറ്റുകളെ ഇങ്ങനെ വല്ലാതെ യാഥാർത്ഥ്യം അവർക്കൊക്കെ അറിയുമെങ്കിലും ഒന്നും പറയൂല. ഇവരെങ്ങനെ മെല്ലെ പതുക്കെ ഒന്നിങ്ങനെ പൊന്തിച്ച് താങ്ങി നടക്കുന്ന ഏർപ്പാടാണ്. പക്ഷെ ആ സുധാകരൻ പറഞ്ഞത് അത് മനുഷ്യനെ സംഭവിച്ചേ പറ്റൂ. ആ മനുഷ്യനെ പറയാനുള്ള കാര്യം അത് വളരെ കൃത്യമായ വാക്കാ. ഒരു വസ്തുവിന് കൊള്ളൂലെന്നേ, എല്ലാം കണക്കാ. ഉഡായിപ്പുകളുടെ ആശാന്മാര് ജീവിതത്തില് ഒരു സിനിമക്ക് മുന്നില് ക്യാമറക്ക് മുന്നിൽ കാണിക്കുന്നതൊന്നുമല്ലോട്ടോ ഇവരുടെ ജീവിതം. അത് ഫുൾ അഭിനയ എന്ന് പറഞ്ഞാൽ, അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ് അഭിനയം എന്ന് പറഞ്ഞാൽ കള്ളത്തരം. ഇപ്പൊ നിങ്ങള് വലിയ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അപ്പൊ നിങ്ങളോട് പറയാം, നീ സങ്കടപ്പെട്ടതുപോലെ നിന്റെ ഫേസ് വെക്കണം, എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മാനറിസം നീ കാണിക്കണം. എന്ന് പറഞ്ഞാൽ നിനക്കില്ലാത്ത ഒരു സാധനം നീ ഉണ്ടാക്കി കാണിക്കണം, അല്ലെ? അതുപോലെ തന്നെ ഈ സിനിമ എല്ലാം ഫേക്കാ, എവ്രിതിങ് കള്ളത്തരം എന്ന് പറഞ്ഞാല് ഭൂലോക കള്ളന്മാരാണ് അർത്ഥം. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ആരോടെങ്കിലും ഒരാളോട് ഒരു അഭിനയിക്കാൻ പറഞ്ഞാല് ചിലപ്പോ നിങ്ങൾ അഭിനയിച്ചാല് ബാക്കിയുള്ളവൻ ചിരിക്കും ആ സിറ്റുവേഷൻ. കാരണം നിങ്ങൾക്ക് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. ഇവർക്ക് അത് കഴിയുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താ? ഇത് ഭൂലോക കള്ളന്മാരാണ് അർത്ഥം. മനസ്സിലായില്ലേ? അഭിനയം എന്ന് പറയുന്നത് തന്നെ കള്ളത്തരം. കള്ളന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആരുടെയെങ്കിലും കട്ടുകൊണ്ടുപോയി, അതല്ല. കള്ളത്തരം കാണിക്കുക, കള്ളത്തരം കാണിക്കുക, അത് തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവർ ക്യാമറക്ക് മുന്നിൽ കാണിക്കുന്നതല്ല ഇവരുടെ ജീവിതം. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത, ഒരു ധാർമ്മികതയും ഇല്ലാത്ത, മൊറാലിറ്റി എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം. ഇതൊന്നും ഇവറ്റകളൊന്നും സമൂഹത്തിന് ആവശ്യമേ ഇല്ലെന്നേ. ഒരു രീതിയിലും ഒരു പെർസെന്റേജ് പോലും ഇവരുടെ ആവശ്യം പൊതുസമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്.